ഞാൻ വണ്ടി ഓടിച്ചോളാം, നീ പുറകിരുന്നോ. നിന്റെ ഫ്രണ്ട് വരുന്നത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ അപ്പൊ ഞാൻ വരണ്ടേ? താനെന്തിനാ വരുന്നേ? അല്ല വല്ല കിളിയും മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. ആ കയറി. ഹായ് പ്രിയ. ഹായ്. ആ കേറിക്കോ. നീ അവിടെ കേറി. നീ അങ്ങോട്ടിരി, ഞാൻ സൈഡിലിരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, എടി കേറാൻ. ഇങ്ങനൊരു മണക്കൂസ് കേറണേ. വേണ്ടടി, എടി കേറാൻ. കേറുന്നുണ്ടേ കേറി, ഇല്ലേ രണ്ടിനെ വഴിയിട്ടേ ഞാനങ്ങ് പോകും. കേറ് കേറ് കേറ്. എസ് പിടിച്ചേ. അങ്ങോട്ട് നീങ്ങിരി. നീങ്ങാൻ. കാലൊന്ന് ഒതുക്കി വെക്ക് വെച്ചേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. എസ്തോടെ ഒറ്റയ്ക്കെന്നാലേ വല്ല സിംഹവും പുലിവനെ പിടിച്ചോണ്ട് പോകും. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും 4 ആളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കൂടെ അവരുടെ ചെല്ല്. മീരാ, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു. അയാളൊരു പേടിത്തൊണ്ടനാ. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ. വാട്ട് എ ലവ്ലി പ്ലേസ്. പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞേ, അധികം ഉള്ളിലേക്കൊന്നും പോയല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. നിന്നേ നിന്നേ. എന്ത് രസാ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, യസുവിന്റെ ഒരു വീഡിയോ സിനിമ എടുക്കും. ഓ യെസ്. അങ്ങോട്ട് നീ നിക്ക്. മാറിയില്ല മാറിയില്ല. റെഡി? താനൊന്ന് മാറി നിൽക്കടോ. അവനും കൂടെ നിക്കട്ടു കുഞ്ഞേ. വേണ്ട വേണ്ട, എസ്തു മാത്രം നിന്നാ മതി. സ്റ്റഡി. തന്നോടല്ലേ പറഞ്ഞ മാറി നിൽക്കാൻ. ചിലപ്പോ നിന്നെ ഇതിനകത്ത് കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടാ. പോ പോ പോ. ഐറ്റംസ് എന്തെങ്കിലും കാണിക്കണ്ടേ കുഞ്ഞേ? എസ്തു, ഒരു പോസ് കൊടുക്ക. എസ്തു സ്മൈൽ. കലക്കി. കുഞ്ഞേ, ഇനി എസ്തുവിന്റെ ഭാവരസ ഐറ്റംസ്. എടുത്താട്ടെ എടുത്താട്ടെ. പ്രിയ ചെല്ല്, നീ പോയി എടുത്തു നോക്കി. ഞാൻ പോ. ഒന്ന് ചേർന്ന് നിൽക്കു. ഒന്നൂടെ. ആ, നിങ്ങളൊന്ന് സ്റ്റഡി ആയിട്ടേ, ഞാനൊരു ഫുൾ ഷോട്ട് എടുക്കട്ടെ. സ്റ്റഡി സ്റ്റഡി. എസ്തു സ്മൈൽ. സ്മൈൽ എസ്തു. അങ്ങനെ. താനെന്തിനാ എന്നെ പിടിച്ചേ? വീഴാൻ പോയിട്ടാ. ഞാനിങ്ങ് വീഴൂല. രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാ പാത്തിന് ചീത്ത പറഞ്ഞു? ചില സിനിമയിലൊക്കെ നായകൻ നായിക അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോ റൊമാൻസ് തുടങ്ങുന്ന അവൻ കണ്ടു കാണും. നീ വീഴാൻ പോയിട്ടല്ലേ? ബേബി പിടിച്ചില്ലായിരുന്നു, ഇപ്പൊ കണ്ടേനെ. ചീ പൊടി.
ഷർട്ടിലൊന്നും എടുത്തേ. എടാ ഓരോ പ്രാവശ്യം നിന്നോട് പറയണോ ആ ഷർട്ടിലെടുക്കാൻ? എടാ നിന്നോടാ പറഞ്ഞ ആ ഷർട്ടിലെടുക്കാൻ. നിനക്ക് ശമ്പളം തരുന്ന ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ്. എനിക്ക് ശമ്പളം തരുന്നത് കാർ ഓടിക്കാനാ, അല്ലാതെ കൊച്ചമ്മമാർ കളിപ്പന്ത് പറക്കലല്ല എന്റെ ജോലി. അന്തസ്സ ജോലിയാണ് ശമ്പളം വാങ്ങുന്നത്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. Baby, I'm really sorry. ഗുഡ് മോർണിംഗ്. Good morning. ഇതാണ് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നത്. അതെങ്ങനെ പാതിരാത്രി വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ ഹാബിറ്റ് ആണ് ചേട്ടാ. ആ ഇന്ന് ഇത്രയൊക്കെ മതി. എഴുന്നേറ്റ് പോയി കുളിക്കണി പോത്തെ. ആ ഏതൊരു രാമേശ്വരി അയ്യർ എന്നെ വിളിച്ചിരുന്നു. രമയോ? ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവെളുപ്പാങ്കാലത്ത് രാമേശ്വരി അയ്യരുടെ ടെലിഫോൺ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവർ സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതിലിപ്പോ ഞാനെന്ത് വേണം? അവളും ഫാമിലിയും കൂടെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പറൊന്നും പറഞ്ഞില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണുമല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറി ഇറങ്ങല എന്റെ ജോലി. ചേട്ടാ എന്ത് ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, പ്രിയം കൂട്ടി പോ. അവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ? താങ്ക് യു ചേട്ടാ. ഞാൻ പോയി കുളിക്കട്ടെ. It's all right. അല്ല എവിടേക്കാ പോണ്ടേന്നറിയാമോ? അറിയില്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ? പ്രിയയുടെ വീട്ടിൽ പോണം. പ്രിയയുടെ വീട്? പ്രിയയുടെ വീട് നിനക്ക് ഐ എം സോറി ബേബിക്ക് അറിയില്ലേ? നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം, വിളിച്ചോളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ്.
പിന്നെ കോളേജിൽ തെരപ്പും ബോയ്സിനെല്ലാം എടാ പോടാനെ വിളിക്കൂ. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞുതരാം, പൊയ്ക്കോളൂ. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയില്ല. മരുന്നിനും മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈശ്വര, ഓരോ പരീക്ഷണങ്ങളെ. കേശവ, രൂപ ഇവിടെ ഇരിപ്പില്ലായിട്ടല്ല, രൂപ ഇവിടെ ഉണ്ട്. പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്ന് സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. വെറുതെ ഞാൻ എന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത്? അതുകൊണ്ട് കേശവൻ പോ. ചേട്ടാ, കേശവൻ പേടിക്കണ്ട, ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ. കേശവൻ പൊയ്ക്കോ കേട്ടാ. ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്ന് പറഞ്ഞ പോലെ വേറെ എങ്ങും അവന് കടം ചോദിക്കാൻ കണ്ടില്ല. 32% പലിശ കിട്ടുമ്പോഴാ ഓരോരുത്തനെ കടം ചോദിക്കാൻ വരുന്നത്. ഓവേ അങ്കിൾ പ്രിയ എവിടെ? അവള് നാളെ കൂടെ ജവളി മേടിക്കാൻ പോയിരിക്കുക, എന്നെ മുടിപ്പിക്കാൻ. അയ്യോ, എന്താ മോളെ? അല്ല, പ്രിയം കുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ചു വന്നതാ. എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞു. കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ, സന്ധ്യയാകും. എന്നാ ഞാൻ വരട്ടെ അങ്കിൾ. ആ പോ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ പൊയ്ക്കോ. അഡ്വക്കേറ്റ് മാത്യു സെക്രട്ടറിയെ കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് ശരിയാണ്, അവിടുത്തെ പൊസിഷനും അറിയാമല്ലോ. ഞാൻ ബേബിയായിട്ട് പോവാം, ലോങ് ട്രിപ്പ് അല്ലേ. ബേബി വരാൻ വൈകും. അവൻ മീരയായിട്ട് കോട്ടയത്ത് അവളുടെ ഫ്രണ്ടിനെ കാണാൻ